ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുൻപ് ഞാൻ ഈ ചെടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ചെടിയിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചെടിയുടെ പേരാണ് നീലക്കൊടുവേലി. നീലക്കൊടുവേലിയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മൊബൈലിനകത്ത് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീലക്കൊടുവേലിയൊക്കെ നമ്മുടെ നാട്ടിൽ പൂ ഉണ്ടായി നിൽക്കുമോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാനും കൂടിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പൂ വരട്ടെ, അതിന് ശേഷം വീഡിയോ ആയിട്ട് ഇട്ട് തരാമെന്ന്. പുതിയ പുതിയ ചെടികൾ നമ്മുടെ ഗാർഡനിൽ വരുമ്പോൾ പഴയ ചെടികളെയൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. നല്ല മഴയുള്ള സമയത്ത് എത്രയൊക്കെ പൂക്കളുണ്ടായാലും അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെ നല്ല സുന്ദരമായിട്ട് തന്നെ എല്ലാ ചെടികളിലും നിറയെ പൂക്കളായിട്ട് കാണാൻ കഴിയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെടിക്ക് ഞാൻ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം വന്ന പൂക്കളും പൂമൊട്ടുകളൊക്കെയാണ് ഈ കാണാൻ കഴിയുന്നത്. നീലക്കൊടുവേലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ കമ്പൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഈ ചട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുക. അത് താനേ വേര് വന്ന് നല്ല നമ്മുടെ ചട്ടി നിറയെ തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ ചെടിയുടെ മൊട്ടുകൾ കണ്ടോ, നല്ല കുഞ്ഞു മൊട്ടുകൾ. പൂക്കൾക്കും നല്ല ഭംഗിയില്ലേ, നല്ല ലൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ. നീലക്കൊടുവേലിയെക്കുറിച്ച് ഇനി ഈ വീഡിയോയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.